ഈ ഒരു പ്രശ്നത്തെ ആവശ്യത്തിനെ പറ്റി കുറെ പറഞ്ഞു തന്ന് ഞാൻ അതെല്ലാം വിശ്വസിച്ചു. കുറെ കാര്യം അപ്പൊ അത് ആരുടെ തെറ്റാ മോളൂസേ? അന്ന് ബ്രേക്കപ്പ് ആയിരുന്നു, പക്ഷെ ഇന്ന് ബ്രേക്കപ്പ് അല്ല, ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. അവർ വീണ്ടും ഒന്നായിരിക്കുന്നു സുഹൃത്തുക്കളെ. നിങ്ങൾ അവിടെ എൻ്റെ ഒപ്പം നല്ല രീതിയിൽ നിൽക്കുന്ന എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. നിനക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടോ? ഇനി അവൾ നിന്റെ കൂടെ നല്ല രീതിക്ക് നിൽക്കും. ഞാൻ ഇവിടെ ഒരു ചാറ്റ് ബുക്ക് ജസ്റ്റ് ഒന്ന് വേണ്ടി ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ഇവിടെ അങ്ങനെ വർക്കിട്ടുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് 2 മണിക്ക് അങ്ങനെ ട്രെയിൻ കയറി ഒറ്റയ്ക്ക് അങ്ങനെ വന്നതാണ്. ഞാനും വിഷ്ണുവായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങനൊരു ആടെ പേര്, പക്ഷെ അന്ന് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ശരിക്കും കാണിച്ചു കൊടുക്കുക ഇവനുമായിട്ടുള്ള ഈ ബന്ധം. പക്ഷേ അവൻ സംശയിച്ചത് കൊണ്ട് ഞാൻ ഇപ്പം അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. അവനുമായിട്ടുള്ള ബന്ധം ഞാൻ അങ്ങ് യാഥാർത്ഥ്യമാക്കി അവനുമായിട്ട് അങ്ങ് ബന്ധിക്കാൻ തീരുമാനിച്ച്. എന്നിട്ട് ബന്ധം ഇപ്പം എന്തായി? എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മറ്റൊരു യൂണിവേഴ്സിലേക്കാണ് പോകാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക തരം കഥാപാത്രങ്ങളും കഥകളുമാണ് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അതായത് അമയ എന്ന് പറയുന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടി വിഷ്ണു എന്ന് പറയുന്ന ഒരു കലിപ്പനെ കെട്ടി കലിപ്പൻ്റെ കാന്താരിയാകുകയാണ് സുഹൃത്തുക്കളെ. കലിപ്പൻ്റെ കാന്താരി ആയതിനു ശേഷം ഈ കലിപ്പൻ്റെ എന്തൊക്കെയോ ചില സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ട് ഈ കാന്താരി മറ്റൊരു പച്ചമുളകിനെ കണ്ടപ്പോൾ അവൻ്റെ കൂടെ അങ്ങോട്ട് പോയി. അവൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും പച്ചമുളകിന് എരി കൂടുതലെന്ന് മനസ്സിലാക്കി പുള്ളിക്കാരി വീണ്ടും കാന്താരിയിലേക്ക് വന്ന് കലിപ്പൻ്റെ കാന്താരിയായിട്ട് നിലനിർത്തുന്നു. ഇതേപോലൊരു ത്രികോണ മധ്യേ ഒരു സ്റ്റോറിയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഈ അമ്മയുടെ പാസ്റ്റ് സ്റ്റോറിയിലേക്ക് നമുക്ക് ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് കറണ്ട് സിനാരിയോയിൽ കണ്ടിട്ട് ഒരു ഇൻ്റർവെല്ലാകുമ്പോൾ നമുക്ക് ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. ആദ്യം അമ്മയ്ക്ക് പറയാനുള്ളത് കേൾക്കാം. അപ്പോൾ സംഭവം ഇതാണ്. അമ്മയ വിഷ്ണു എന്ന് പറയുന്ന ഒരുത്തിനെ കെട്ടി ലവനെ കളഞ്ഞിട്ട് വേറെ കൂടെ പോയി തിരിച്ചവനിലേക്ക് മടങ്ങി വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ. യഥാർത്ഥ സ്നേഹം മരിച്ചിട്ടില്ല, മരിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അമ്മയുടെ വീഡിയോ കാണാം. ഹായ് ഗൈസ്. അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മേ ബി അബി എവിടെ പോയി, അബി ഇട്ടിട്ട് പോയോ, അതോ അബി അബി അവനാണ് ഇതിൻ്റെ ഇടയ്ക്ക് കയറിയത്. ഒരു റിലേഷൻഷിപ്പിൻ്റെ നടുക്ക് മൂന്നാമതൊരു നാറ് കയറി കഴിഞ്ഞാൽ ആ ബന്ധം കുളവായി. ഇപ്പോൾ ഒരു ചെറുക്കനും ഒരു പെണ്ണും തമ്മിൽ പ്രണയത്തിലാണ്. നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ ഇടയിൽ മൂന്നാമതൊരുത്തൻ കയറി നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യുകയോ നിങ്ങളെ അടിച്ചുകൊണ്ട് പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നിങ്ങൾ ആ ഒരു പാർട്ട്ണർ ആ ഒരു ബന്ധത്തിൽ നിൽക്കാൻ നിങ്ങൾ എലിജിബിൾ അല്ല, നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയായിട്ടില്ല, മെച്ചുവേർഡ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. ഈ അബി എന്ന് പറയുന്നവൻ വിഷ്ണു എന്ന് പറയുന്നവൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അറിയാവുന്നവൻ്റെ തന്നെ അടിച്ചു കൊടുക്കണമല്ലോ, അതാണ് അവൻ ചെയ്തത്. അപ്പോൾ ബാക്കി പറയാം. അബി തേച്ചിട്ട് പോയോ എന്നുള്ളതാണ് ചോദ്യം. കുറെ പേര് ഞാൻ കമന്റ് ഒക്കെ കണ്ടു അബി തേച്ചിട്ട് പോയെന്നൊക്കെ. ബട്ട് അബി ഒരു ഫ്രോഡായിരുന്നു ഗൈസ്. അത് ഞാൻ പിന്നെയാണ് മനസ്സിലായത്. ഞാനും വിഷ്ണുവായിട്ട് ബ്രേക്കപ്പ് ആവാൻ വേണ്ടി അവൻ കുറെ കിടന്നിട്ട് ഇതിന് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. അബി ഫ്രോഡാണെന്ന് ഈ പെൺകുട്ടിക്ക് ഇപ്പോഴാണ് മനസ്സിലായേ. ഒരു 2 മാസം മുമ്പിട്ടാണ് വിഷ്ണു വേണ്ടെന്ന് പറഞ്ഞിട്ട് അബിയുടെ കൂടെ പോയത്. ഇപ്പോൾ 2 മാസത്തിന് ശേഷം പുള്ളിക്കാരി ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അബി എന്ന് പറയുന്നവൻ ഒരു ഫ്രോഡാണ്. ആ ഫ്രോഡ് അവൻ എന്നെ ചെയ്തെന്നറിയാമോ? ഈ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഈ അബി എന്ന് പറയുന്ന ഫ്രോഡ് ചെയ്ത പരിപാടി ഇവരുടെ ബന്ധം ബ്രേക്കപ്പ് ആക്കാൻ വേണ്ടി അവൻ പല തരത്തിലുള്ള കളികൾ കളിച്ചു. നാറി ഇതേപോലത്തെ പല കളികളും നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കുന്നുണ്ട്. നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചോ. ഇവർക്കിടയിലുള്ള ബന്ധം പിരിക്കാൻ അവൻ കുറെ നാറി കളികൾ കളിച്ചു. പറ. എനിക്കത് മേബി മനസ്സിലായതാണ്. അബി കാരണം എനിക്ക് കുറെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായി. ഈ ഒരു പ്രശ്നത്തെ ആവശ്യത്തിനെ പറ്റി കുറെ പറഞ്ഞു തന്ന് ഞാൻ അതെല്ലാം വിശ്വസിച്ചു. കുറെ കാര്യം. അപ്പൊ അത് ആരുടെ തെറ്റാ മോളൂസേ? നിന്റെ ഭർത്താവിനെ കുറിച്ച് അപ്പം കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പറയുന്നത് എന്തായാലും പോട്ടെ, നമുക്ക് ഭർത്താവായിട്ട് അവനെ വെക്കാം. ഭർത്താവായ വിഷ്ണുവിനെ കുറിച്ചിട്ട് മൂന്നാമത് അബി എന്ന് പറയുന്നൊരു നാറി വന്നിട്ട് നിൻ്റെ അടുത്ത് കുറേ കഥകൾ പറയുമ്പോൾ അത് വിശ്വസിച്ച് യവനെ തേച്ചിട്ട് അവളുടെ കൂടെ ഇറങ്ങി അവൻ്റെ കൂടെ പോയ നിൻ്റെ തെറ്റാണോ അത്? തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച അവൻ്റെ തെറ്റാണോ അത്? അവന് തല്ലുകൊള്ളണം, അത് വേറെ. കുറേ നമ്മുടെ സമൂഹത്തിൽ കുറേ ആണുങ്ങളുണ്ട് കല്യാണം കഴിച്ചിട്ടൊരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അവളെങ്ങ് സെറ്റാക്കുക എന്നുള്ള ചിന്താഗതികളോടെ നടക്കുന്ന കുറേ എണ്ണമുണ്ട്. ഇതൊന്നും അറിയാതെ അവൻ്റെയൊക്കെ വലയിൽ പോയി വീഴുന്നേയും കുറേ പെണ്ണുങ്ങളുണ്ട്. പെണ്ണും കണക്കാണ്, ആണും കണക്കാണ്. നമ്മളൊരു ത്രാസ് എടുത്ത് തൂക്കിക്കഴിഞ്ഞാൽ 2 സമാസമം നിൽക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ പുള്ളിക്കാരി ബാക്കി പറയട്ടെ, അമ്മയുടെ ബാക്കി കഥ പറ. നിങ്ങളൊക്കെ പറഞ്ഞു തന്നു, പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. പിന്നെയാണ് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതും. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവുമല്ലോ അന്നേ ഇവൻ കാരണം ഞാനും വിഷ്ണുവിന്റെ ബ്രേക്കപ്പിന്റെ ഒരു സിറ്റുവേഷൻ എത്തി. പക്ഷെ അന്ന് ബ്രേക്കപ്പ് ആയിരുന്നു, പക്ഷെ ഇന്ന് ബ്രേക്കപ്പ് അല്ല, ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. അവർ വീണ്ടും ഒന്നായിരിക്കുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ യഥാർത്ഥ പ്രണയത്തെ തകർക്കാനാവില്ലെന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വീണ്ടും അടിവയറ്റിൽ മഞ്ഞ് വീണ സുഖം അവർ വീണ്ടും ഒന്നിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. വിഷ്ണു മോനെ, എനിക്ക് നിന്നോടാ ചോദിക്കാനുള്ള. ഞാൻ ഈ പെങ്കൊച്ചൊന്ന് പറഞ്ഞു തീർക്കട്ടെ, ഞാൻ വിഷ്ണുവിനോട് ചോദിക്കാം.
പിന്നെ ഈ ഞങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് ഈ അബി എന്ന് പറഞ്ഞവൻ വന്നപ്പോ തൊട്ടാണ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. വീണ്ടും നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. ഈ അബി എന്ന് പറയുന്നവൻ വന്നപ്പോഴാണ് നമ്മുടെ റിലേഷൻഷിപ്പിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പം ഇപ്പം പ്രശ്നം മൊത്തം അബിയുടെ തലയ്ക്കാണ്. നേരത്തെ പ്രശ്നം മൊത്തം വിഷ്ണുവിൻ്റെ തലയ്ക്കായിരുന്നു. അവൻ ഗഞ്ചാണ്, അവൻ അങ്ങനെയാണ്, പണിക്ക് പോകാത്ത ക്രൂരനാണ് അവൻ. അതായിരുന്നു അന്നത്തെ പ്രശ്നം. ഇന്നത്തെ പ്രശ്നം ലവനാ, നമ്മൾ ക്ലീനാ, നമ്മളെ സൈഡിൽ പ്രശ്നമൊന്നുമില്ലേ. അബി പറഞ്ഞു ഞാൻ അബിയെ വിശ്വസിച്ചു, തെറ്റാണോ? വിഷ്ണു പറഞ്ഞു ഞാൻ വിഷ്ണുവിനെ വിശ്വസിച്ചു, തെറ്റാണോ? ഒരിക്കലും തെറ്റല്ല. കുറെ കാര്യങ്ങളും ഒക്കെ കണ്ട് എനിക്ക് മനസ്സിലായി. അപ്പത്തൊട്ടാണ് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. പിന്നെ ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ ബ്രേക്കപ്പ് അല്ല, ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. ടൺ 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 ടൺ. അവർ വീണ്ടും ഒന്നായിരിക്കും സുഹൃത്തുക്കളെ. അങ്ങനെ ആ നാടകം വീണ്ടും ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം നമുക്കിനി അത് വിഷ്ണുവിന് പറയാനുള്ളത് കേൾക്കാം. വിഷ്ണു അന്ന് പറഞ്ഞിരുന്ന കഥ എന്ന് പറഞ്ഞാൽ, ഈ വിഷ്ണുവിൻ്റെ കൂട്ടുകാരനാണ് ഈ അബി എന്ന് പറയുന്ന നാറി. ഈ നാറിയും ഈ പെണ്ണും തമ്മിൽ അവിഹിത പരിപാടി തുടങ്ങി. അങ്ങനെ ഇവരുടെ കുൽസിത ചാറ്റുകൾ ഈ വിഷ്ണു എന്ന് പറയുന്നവൻ കാണുകയും നീ അവൻ്റെ കൂടെ പൊക്കോടി എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടുകയും ചെയ്തു. എന്നിട്ട് ഇവൻ വന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞും മെഴുകുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ പരിപാടി കാണിച്ചിട്ടും ഈ പെണ്ണിനെ ഇവൻ അക്സെപ്റ്റ് ചെയ്ത്. അപ്പോൾ ഇവൻ ആ പെണ്ണോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിലുണ്ടല്ലോ, ഇങ്ങനെ തേച്ചാൽ തിരിച്ച് അക്സെപ്റ്റ് ചെയ്യില്ല, വീണ്ടും തേക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ കൊച്ചങ്ങനെ ചെയ്യുമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമുക്കതെല്ലാം വിഷ്ണു പറയുന്നൊന്ന് കേൾക്കാം. വിഷ്ണു പറയുന്ന ഒരു ചെറിയ പ്രത്യേകതയുണ്ട് കേട്ടോ. ആ പ്രത്യേകത നിങ്ങൾക്ക് കേൾക്കും മനസ്സിലാവും. ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല, കേൾക്കാം. അപ്പോൾ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എന്നാൽ പഴയ മറ്റേ ആക്രി സാധനം കൊടുക്കാൻ എനിക്ക് നാന്നും വേണമെന്നില്ല. അങ്ങനെ കുറേ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. അവൻ്റെ പണ്ട് തൊട്ടുള്ള വീഡിയോയിലെ പ്രശ്നമാണ്. ഒന്നെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ടോ 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 എന്ന് പറഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങ് പോകും. അവൻ പറയുന്നത് ഒന്നും കേൾക്കത്തില്ല. അല്ലെങ്കിൽ ഇവൻ പറയുന്നത് പണ്ട് വിജയ കളിയൊക്കെയല്ലോ, എല്ലാവർക്കും നമ്മ വീഡിയോകൾക്ക് വണക്കം, അതേപോലെ വാ തുറക്കാതെ നീ എന്തിനാ നീ ഇതൊക്കെ വന്ന് പറയുന്നേ? നാട്ടുകാർക്ക് കേൾക്കാനല്ലയോ, മനസ്സിലാവാനല്ലയോ? അപ്പം കേൾക്കുന്ന പോലെ പറയണ്ടേ? ബേസിക്കലി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ മാക്സിമം സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിടാതിരിക്കുന്നതാണ് എപ്പോഴും ആരോഗ്യത്തിന് നല്ലത്. ഇപ്പം തന്നെ നോക്കൂ, നിങ്ങൾ ഒന്നിച്ചു, നമ്മൾ എന്ത് ചെയ്യുന്നു? പഴയ കഥ പൊക്കിയെടുത്തുകൊണ്ട് വരുന്നു. ഇത് ചെറ്റകളാണല്ലേ? അത് സംഭവിക്കും. അത് സംഭവിക്കണമെങ്കിൽ ഈ നിങ്ങളുടെ ജീവിതം എടുത്ത് സോഷ്യൽ മീഡിയയിലോട്ട് വലിച്ചിടാതിരിക്കുന്നതായിരിക്കും മാക്സിമം നല്ലത്. അതിൽ ഇവൻ പറയുന്നത് മനസ്സിലാകുന്നില്ല, അന്നേരം നമുക്ക് മനസ്സിലാകാതെ വിഷ്ണു പറയുന്നത് കേട്ടിരിക്കാം. നിങ്ങൾ അനാവശ്യ വാക്കുകളും ബാഡ് വാക്കുകളും വീഡിയോ പറയാൻ പറ്റാത്ത വാക്കുകളും കാര്യങ്ങളൊക്കെ കമൻറ്റും പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തൊക്കെ എനിക്ക് പറയാൻ പറ്റുമെന്നുള്ളൂ. ഞാൻ അവളുടെ അഭിപ്രായം വ്യക്തമായിട്ടാണ് ചോദിച്ചത്. കാരണം എനിക്ക് ഓളിനാണ് തെറ്റില്ല. പിന്നെ അതിൽ തന്നെ എന്ത് തെറ്റില്ലേ, എന്ത് തെറ്റെന്നല്ല, അവളെന്ത് ചെയ്താൽ ഞാൻ നീ എന്തിനാ മോനെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ വെക്കുന്നേ? നിൻ്റെ ശരിക്കുള്ള പ്രശ്നം എന്താ? ഈ എഡിറ്റിംഗ് ഓപ്ഷനകത്ത് പോയി കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറയ്ക്കാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിൽ തന്നെ. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു 40 ഇട്ടിട്ട് നിൻ്റെ സൗണ്ട് 100 വിടണം. നീ എന്തൊരു കൊണ്ടുപോയി പറയുന്നേ? നീ പണ്ട് കരഞ്ഞ് മെഴുകി വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് വിഷമം വന്ന്. ഇവൻ ഈ പെണ്ണ് പോയതിന് പൊട്ടിക്കരയാണ്. പക്ഷെ ഇവൻ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇവൻ കരയുന്നു, ഇവൻ എന്തൊക്കെയോ കിണ്ണിക്കിണ്ണാന്ന് പറയുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങ് ഓൺ ദ പീക്ക്. നീ അത് മാറ്റി അനിരുദ്ധിൻ്റെ ഏതെങ്കിലും അടിച്ചുപൊളി പാട്ടാക്കിയല്ലോ നമുക്കിനി, നമുക്കെങ്കിലും ഒരു സന്തോഷം കിട്ടും. നീ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓഫ് ആക്കിയിട്ട് പറഞ്ഞു, ഒന്നും പിടികിട്ടുന്നില്ല. ഇവൻ പറയുന്നത് വീണ്ടും അവൾ തിരിച്ചു വന്നത് തെറ്റാണെന്ന് പലരും പറയുന്നുണ്ടല്ലോ. പക്ഷെ എന്ത് ചെയ്യാനും ഞാൻ സ്നേഹിച്ചു പോയി നാം തോന്നുന്നു. ശരിക്കും എന്താന്ന് ഇവനും ദൈനം തമ്പുരാനും അറിയത്തുള്ളൂ എന്ത് പറയുന്നതാണ്. സ്നേഹത്തിൻ്റെ വില സ്നേഹിച്ചായിരിക്കും മനസ്സിലാവുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. എന്താ പറയാമോ? എന്ത് പറയണമെന്നല്ല ചോദിച്ചേ? എനിക്ക് മനസ്സിലായി. നീ എന്തെങ്കിലുമൊക്കെ പറ, എന്ത് പറഞ്ഞാലും മനസ്സിലാകാൻ പോകുന്നില്ല. നീ പറ. നിങ്ങൾ അവിടെ എൻ്റെ ഒപ്പം നല്ല രീതിയിൽ നിൽക്കുന്ന എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. നിനക്കങ്ങനെ ഒരു ഉറപ്പുണ്ടോ? ഇനി അവൾ നിൻ്റെ കൂടെ നല്ല രീതിക്ക് നിൽക്കും. ഇവളെങ്ങനെയാണെന്നറിയോ ഇവൻ്റെ കൂടെ വന്നത്? ഇവർ മറ്റേ ചരിത്രം തിരുത്തിയ ബന്ധമായിരുന്നു ഇവരുടെ. ഈ പെങ്കൊച്ചിന് അമ്മ പൊന്നുപോലെ വളർത്തിയതാണ്. അങ്ങനെ അമ്മയെ വിട്ടിട്ട് എനിക്ക് ഈ കലിപ്പം മതി എന്ന് പറഞ്ഞിട്ട് ഈ വിഷ്ണുവിൻ്റെ കൂടെ പോയി. എന്നിട്ട് ഇവർക്ക് ജോലിയുണ്ടോ? ഇല്ല. എന്ത് ചെയ്യും? അത് അച്ഛനും അമ്മയും പണി തന്ന് പോറ്റും. ഈ ഭർത്താവിനെക്കുറിച്ചുള്ള അമ്മയുടെ സങ്കല്പം എന്താ വിഷ്ണുവിനെ കുറിച്ചിട്ടുള്ള? അവൻ 24 മണിക്കൂർ എന്നെ നോക്കിയിരിക്കണം, സ്നേഹിക്കണം, എൻ്റെ കണ്ണും നോക്കി കണ്ണും അങ്ങനെ ഇരിക്കണം. അതാണ് ആ പെൺകുട്ടിയുടെ സ്വപ്നത്തിലുണ്ടായിരുന്ന ഒരു ഭർത്താവ്. അങ്ങനെ ഇരുന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ പ്രശ്നം എന്താ? അവൻ പണിക്ക് പോകുന്നില്ല, അവൻ കഞ്ചാടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഈ ബേസിക്കലി ഒരു റിലേഷൻഷിപ്പിനകത്ത്
ഭാര്യയും ഭർത്താവും ഉണ്ട്. ഇവർ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ എന്ത് പോരായ്മകളും ഇവർക്ക് ഓക്കെ ആയിട്ട് തോന്നും. ആ പോരായ്മകളെല്ലാം ഇവർ ഒന്നിച്ച് നിന്ന് ഓവർകം ചെയ്യും. ഇതിലേതായാലും ഒരാൾക്ക് ഇൻട്രസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചെയ്യുന്ന എത്ര നല്ല കാര്യവും ഇവർക്ക് കുറ്റമായിട്ട് തോന്നും. അത്രേ ഉള്ളൂ സംഭവം. അത് തന്നെയാണ് സംഭവം. ആദ്യം പ്രേമിച്ചുകൊണ്ട സമയത്ത് ഇവൻ ജോലിക്ക് പോകാതെ കുത്തി നോക്കി കണ്ണി നോക്കി ഇരുന്നിട്ട് ഇങ്ങനെ ടിങ് 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 അങ്ങനെ ഇരിക്കണമായിരുന്നു. മറ്റൊരുത്തൻ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത് പറ്റത്തില്ല. ഇവൻ ജോലിക്ക് പോകുന്നില്ല. ഇവൻ ജോലിക്ക് പോയില്ല, എനിക്ക് അവനോട് സംസാരിക്കാൻ സമയം കിട്ടും. ഇവന് ഇഷ്ടമല്ല. ഇതാണ് സംഭവം. നല്ലതാണ്. മെച്യൂരിറ്റി ഇല്ലാത്ത സമയത്ത് ഇറങ്ങിപ്പോക്കും കലിപ്പനും കാന്താരി ആകുന്ന പരിപാടിയൊന്നും എല്ലാവർക്കും വർക്കാവില്ല എന്നുള്ള ബോധ്യത്തോടെ നിങ്ങൾ ഇങ്ങനത്തെ പരിപാടി ചെയ്യാതിരിക്കുക കേട്ടോ. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്തോ ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ അവൾക്ക് തോന്നി. എന്നെ വേണ്ടത് അറിയാലോ, വേണ്ടത് പറഞ്ഞുണ്ടാക്കാൻ ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടെടുത്ത് അങ്ങനെ പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂടുതൽ വിശ്വസിച്ചു. അങ്ങനെ കുറച്ച് ഇതായിരുന്നുള്ളൂ. പക്ഷേ അവിടെ അതിനൊക്കെ വിശ്വസിക്കണമെന്ന് എന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി മാത്രമേ ഉള്ളൂ. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച തണുത്ത വെള്ളം കണ്ടാലും പേടിക്കണം മോനെ. നീ ഇപ്പോൾ ഒരു ചാൻസ് കൊടുക്കുമ്പോൾ നിൻ്റെ നല്ല മനസ്സാണ്, നിൻ്റെ വലിയ മനസ്സാണ്, നിന്നെ കളഞ്ഞിട്ട് പോയൊരു പെണ്ണ് വേർത്തൻ്റെ കൂടെ പോയി, ലിറ്ററലി അവൻ്റെ കൂടെ പോയി. എന്നിട്ടും അവൾ തിരിച്ചു വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നത് നിൻ്റെ സ്നേഹം കൊണ്ടാണ്, നിൻ്റെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ടാണ്. എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പം നീ സ്നേഹിച്ച് കെട്ടിയൊരു പെണ്ണ് നിൻ്റെ കൂടെ നിൽക്കുമ്പോൾ മറ്റൊരുത്തൻ്റെ കൂടെ പോയിട്ട് അതിനെ ന്യായീകരിച്ച്, ആ ന്യായീകരണം ഞാൻ കേൾപ്പിക്കുക. ആ ന്യായീകരണം കേൾക്കുമ്പോഴാണ് എനിക്ക് പെരുത്ത് വരുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേനും അവൾ ഇനി അങ്ങനെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ എന്തുറപ്പാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു മനുഷ്യന് ഒരു ബേസിക് ക്യാരക്ടറുണ്ട്. എല്ലാ മനുഷ്യന്മാർക്കും ബേസിക് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ നിന്നും അവർക്ക് മാറാൻ പറ്റില്ല. കുറച്ച് നാളുകൾ അതിനെ പിടിച്ച് വെച്ച് സപ്രസ് ചെയ്ത് നിർത്തുക എന്നുള്ളതല്ലാതെ ജീവിതകാലം മുഴുവൻ എൻ്റെ ക്യാരക്ടർ ഇതാണ്. പക്ഷേ അവന് വേണ്ടിയിട്ട് ഞാൻ, അതായത് ഇപ്പം മമ്മൂട്ടി വന്നിട്ട് എനിക്ക് ലാലേട്ടനോട് ക്രഷാണ്, നാളെ മുതൽ ഞാൻ ഇങ്ങനെ നടക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് സംഭവം. നടക്കാൻ പോകുന്നില്ല. നമുക്കൊരു ഇൻബിൽറ്റ് ആയിട്ടുള്ള നേച്ചറുണ്ട്. അതിൽ നിന്നും മാറി വേറൊരാളായിട്ട്. അപ്പം നീ ഇനി സൂക്ഷിച്ചും കണ്ട് നിന്നാൽ നിനക്കും എവക്കും കൊള്ളാം. നന്നായിട്ട് പോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. ഇത് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ സന്തോഷം. ബാക്കി മൊത്തം പാട്ടാ. അവന് പാട്ടില്ലാതൊരു പരിപാടിയില്ല. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് ബാക്കി പാട്ട് പാട്ടാണ് മെയിൻ പരിപാടി. ഇനി നമുക്ക് ഇവരുടെ പഴയ കഥകളിലേക്ക് ഒന്ന് മടങ്ങിപ്പോകാം. പഴയ കഥകളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ആദ്യം നമ്മുടെ ഈ വിഷ്ണു വന്നിട്ട് പറയുന്നു ലവൾ വിഹിതിച്ചിരിക്കുന്നു, ലവളുടെ വിഹിതം തെറ്റാണ് എന്ന് പറയുന്ന ആദ്യത്തെ കഥ നമുക്കൊന്ന് കേൾക്കാം. അവളുടെ കുറച്ച് കാലത്ത് ചാറ്റും കാര്യങ്ങളും അവനും വേറെ റിലേഷൻ ഉണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, എന്റെ കൂട്ടുകാരൻ തന്നെയാണ്. ഞാൻ അവനെ കൂടെ കൊണ്ട് നടന്നവൻ തന്നെയാണ്. അവൻ തന്നെയാണ് എന്നെ ചതിച്ചതും. അവളും അവനെ എലിജിബിളാ. നല്ല കൂട്ടുകാരനെ തന്നെ കൊണ്ടു നടന്നേ. അങ്ങനെ തന്നെ വേണം. കൂട്ടുകാരനെ മാത്രം പറഞ്ഞിട്ടില്ല, നിന്റെ കൂടെ നടന്ന പെണ്ണിനെ കൂടെ പറയണം. കൂടെ നടന്ന കൂട്ടുകാരൻ പെണ്ണിനെ വളയ്ക്കാൻ അവൾ നിന്ന് കൊടുത്തിട്ടാണ് വളച്ചത്. ലവൻ വളച്ചതും തെറ്റാണ്, ഇവള് വളഞ്ഞതും തെറ്റാണ്. അപ്പോൾ പിന്നെ രണ്ടും ഒന്നിനൊന്നും വെച്ച് രണ്ടിനും ഒരു വള്ളി കെട്ടാം. ഇതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നത് കുറച്ച് വൈകിട്ടാണ്. കേസ് എന്റെ പിള്ളേർ കൊണ്ടാണ് എനിക്ക് അറിയുന്നത്. ഞാൻ ഇവിടെ ഒരു ചാറ്റ് ബുക്ക് ജസ്റ്റ് ഒന്ന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അങ്ങനെ വർക്കിട്ടുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് 2 മണിക്ക് അങ്ങനെ ട്രെയിൻ കയറി ഒറ്റയ്ക്ക് അങ്ങനെ വന്നതാണ്. ഇവളുടെ ഫോണിൽ ലവനുമായിട്ടുള്ള ചാറ്റ് പൊക്കി. ഇങ്ങനെ നിങ്ങൾക്കൊരു പാർട്ട്ണറുണ്ട്, പാർട്ട്ണർ ഉണ്ടായിരിക്കെ നിങ്ങൾ മറ്റൊരാളെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഭയങ്കര സ്നേഹമാണ്, വിശ്വാസമാണ്, കരുതലാണെന്നുള്ള സാഹചര്യത്തിൽ എന്നാ വലിയ തെണ്ടി പരിപാടിയാണ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോണം. എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അമ്മാതിരി തെണ്ടി പരിപാടി നിങ്ങളാരും കാണിക്കുന്നില്ല, നിങ്ങൾക്ക് നല്ല പിള്ളേരെന്ന് എനിക്കറിയാം. കാണിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോഴങ്ങ് വിട്ടുതരാം കേട്ടോ. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ചീത്തപ്പറ്റില്ലാതാവും. ഈ സാധനം എന്നായാലും പിടിക്കപ്പെടും, അന്ന് തൂങ്ങും. ഇനി നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് അന്ന് അമ്മയെ പറഞ്ഞ കാര്യങ്ങളോട് കേട്ടിട്ട് നമുക്ക് വരാം. അപ്പോൾ എന്താണ് പ്രശ്നം നിങ്ങൾക്കറിയോ? അമ്മയെ ശരിക്കും സത്യസന്ധമായിട്ടുള്ള നല്ലൊരു കുട്ടിയാണ്. എന്തുകൊണ്ടാണ് അമ്മയെ അവനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത്? ഈ അബി എന്ന് പറഞ്ഞ തേച്ചിട്ട് പോയ നാറി എന്ന് പറഞ്ഞവനില്ലേ, അവനെ സ്വീകരിച്ച് എന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് അമ്മയെ പറയുന്നത് കേൾക്കാം. ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനും വിഷ്ണുവായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങനൊരു ആടെ പേരിൽ. പക്ഷെ അന്ന് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ, ഞാനും വിഷ്ണുവും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ വേറെ ബന്ധമൊന്നുമില്ല, അന്നില്ല. ദാറ്റ് മീൻസ് ഇപ്പോൾ ഈ വീഡിയോ 2 മാസം മുമ്പ് ഇട്ട വീഡിയോ നമ്മളിപ്പോൾ കാണുന്നത് ഈ സമയത്ത് അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഇത് ഇപ്പം നമ്മൾ കണ്ട ലേറ്റസ്റ്റ് വീഡിയോയ്ക്കകത്ത് എന്താ, യവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായത്. അപ്പോൾ അവൻ ആണ് ഇതിൻ്റെ നടുക്ക് നിന്ന് കളിച്ചത്. അവൻ എന്തൊക്കെയോ പറഞ്ഞു തന്നു. നല്ല കൂട്ടുകാരൻ, നല്ല ജീവിത പങ്കാളി. ബാക്കി പറ. ആണെങ്കിൽ എല്ലാവരെ കൊണ്ടും പറഞ്ഞു നടന്നു ഞാനും അവന് അങ്ങനെ ഒരു കുറച്ച് ബന്ധമുണ്ട്, അങ്ങനോട്ട് ഇങ്ങനെ ഉണ്ടെന്ന് എന്തോ ഒരു ചുമ്മാ ഇതാക്കിയതാണ്. പക്ഷെ എല്ലാവരെ കൊണ്ടും ചുമ്മാ ഏതാക്കിയതായിരുന്നു? അല്ല, ചുമ്മാ എന്തായിരുന്നു ആക്കിയത്? എനിക്കത് മനസ്സിലായില്ല. അവൻ എല്ലാവരോടും പറഞ്ഞു തരുന്നു ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. ചുമ്മാ ഇതാക്കിയതാ? ഏതാക്കി? ചുമ്മാ എന്തിനു ഇതാക്കാൻ പോകുന്നേ? ഇവന് ഇഷ്ടമില്ല, നിൻ്റെ പാർട്ട്ണറിന് ഇഷ്ടമില്ല, നീ എന്തിനു ചുമ്മാ ഇതാക്കാൻ പോകുന്നേ? തിരിച്ചും കേട്ടോ, ഇപ്പോൾ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഞാൻ അവനെ മാത്രം ന്യായീകരിച്ചു പറയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ.
അപ്പോൾ കുറേ ആൾക്കാർ പറയും സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ലേ, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇതല്ല. വൃദ്ധം കൂടിയിരിക്കുമ്പോൾ അടുത്തൻ്റെ കൂടെ പോകുന്നതിനെ സ്വാതന്ത്ര്യം എന്നല്ലേ പറഞ്ഞത്, എന്നെ വേറെ വാക്കാ പറയുന്നത്. പറഞ്ഞു നടന്നു, ഇനി പറയാൻ പറ്റാത്ത ആരുമില്ല. എന്നിട്ട് അവസാനം നീ എനിക്ക് വേണ്ട, അവന്റെ കൂടെ തന്നെ പൊയ്ക്കോ. പിന്നെ അവൻ പറഞ്ഞൊരു വോയിസ് ഉണ്ട്, ഇത് കേട്ടാ വോയിസ് ഒന്നും വേണ്ട. അപ്പോൾ ഇവൻ വിഹിതം പൊക്കിയപ്പോഴത്തേനും നിന്നെ എനിക്ക് വേണ്ട, നീ അവൻ്റെ കൂടെ പൊക്കോ എന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത് ഇവൻ ഇത് പറയുന്ന സമയത്ത് ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ല, ഞാനും അബിയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമേ ഇല്ല, ഞങ്ങളുടെ ബന്ധം പരിശുദ്ധമായ ബന്ധം, സൗഹൃദത്തിൻ്റെ ഏറ്റവും പീക്ക് നിൽക്കുന്ന ബന്ധം. പിന്നെ എന്തുകൊണ്ടാണ് അവനെ നമ്മൾ സ്വീകരിച്ചതെന്നറിയാമോ? എന്നെ കൊണ്ട് അറിയാളാ, അപ്പൊ തന്നെ പറയും എന്നെ അത്ര ഇഷ്ടമുണ്ട്, എന്നെ ഇതൊക്കെ വലിച്ചിട്ടാണ് അവൻ ഇങ്ങനത്തുള്ള സംശയരോഗമൊക്കെ കാണിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ശരിക്കും കാണിച്ചു കൊടുക്കുക ഇവനുമായിട്ടുള്ള ഈ ബന്ധം. ഇപ്പൊ അവന് ഓരോന്നൊക്കെ വലിച്ചിട്ടാണ് ഇങ്ങനൊരു സംശയം അവന് വന്നത്. അപ്പോൾ ഇതൊന്നും ശരിയല്ല. പക്ഷേ അവൻ സംശയിച്ചതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് അവനുമായിട്ടുള്ള ബന്ധം ഞാനങ്ങ് യാഥാർത്ഥ്യമാക്കി അവനുമായിട്ട് അങ്ങ് ബന്ധിക്കാൻ തീരുമാനിച്ച്. എന്നിട്ട് ബന്ധം ഇപ്പം എന്തായി? അവൻ ഇതിനേലും വലിയ ഫ്രോഡാ, അവന് കിട്ടേണ്ടതെല്ലാം കിട്ടി. അപ്പോൾ അവൻ്റെ പാട്ടിന് അടുത്ത ബന്ധത്തെ തപ്പി അടുത്ത കുടുംബം പൊട്ടിക്കാനായിട്ട് അവൻ പോയി. അപ്പം ഇവളെന്ത് ചെയ്ത് വീണ്ടും അവൻ്റെ നെഞ്ചത്തോട്ട് തന്നെ വന്ന് കയറി. ഇവനെന്ത് ചെയ്ത് സ്വീകരിച്ച് വീട്ടിൽ കയറ്റിയിരുത്തി. ഇനി ഒരു കാര്യം ചെയ്യടാ, നീ വേറെ പോകും. അല്ല ഇതിനകത്തൊക്കെ എന്ത് പറയുന്നത്? തലേന്ന് മുട്ടത്തോട് മാറാത്ത സമയത്ത് കുറേ എണ്ണം ഇറങ്ങിത്തിരിക്കും. കല്യാണം, കലിപ്പൻ്റെ കാന്താരി, വീട്ടുകാരെ എതിർത്ത്, നാട്ടുകാരെ എതിർത്ത് പോകും. എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ 3G അടിച്ചിരിക്കും. നല്ലതാ. അപ്പോൾ വീണ്ടും ഏതായാലും അമ്മയും വിഷ്ണുവും ഒന്നിച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ വളരെ നല്ല കാര്യമാണ്. നിങ്ങൾ ഒന്നിക്കണം, ജീവിതത്തിൽ ഒന്നിച്ച് മുന്നോട്ട് പോകണം. ഇനിയും മാതിരി തോന്നിയ ദിവസങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊക്കെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും. ഫാമിലി പ്രശ്നങ്ങളോ അല്ലാതെ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇതെല്ലാം വന്ന് സോഷ്യൽ മീഡിയയിലൂടെ വിളമ്പുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു കാലത്ത് ഇത് മാറുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും തിരിച്ച് വന്നുകൊണ്ടിരിക്കും. ഈ താനും വിഷ്ണു എത്ര നന്നായിട്ട് പോയാലും അന്ന് ഇറങ്ങി അല്ലേ എന്നൊരു ചോദ്യം വരും. ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും? ഇനി പോട്ട് യവൻ്റെ കൂടെ തിരിച്ച് വന്നേ, ഇനി വേറെ അവൻ്റെ കൂടെ പോയാൽ എന്തിര് ചെയ്യും? അല്ലെങ്കിൽ യവൻ വേറെ ഏതെങ്കിലും പെണ്ണിൻ്റെ കൂടെ പോയാൽ എന്തിര് ചെയ്യും? കൊള്ളാം, നല്ലതാ. ഇപ്പോൾ ഒരുപാട് ഇമാതിരി വിഹിത ബന്ധങ്ങൾ നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആയിട്ടൊരു സാധനം നടക്കുന്നുണ്ട്. അതായത് ഒരു ഭർത്താവ് കയറി വന്നപ്പോഴത്തേനും ഭാര്യയുടെ റൂമിൽ മറ്റൊരുത്തനുണ്ട്. അത് നിങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് മീൻസ് എനിക്ക് കുറച്ച് പറയാനുണ്ട് അതിനകത്ത്. അതിനുവേണ്ടി അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അന്നേരം ഈ അവൻ ആ പെണ്ണുമ്പിള്ളെ അടിച്ച് ചവിട്ടി കൂട്ടി നേരെ പോലീസിൽ പോയി കീഴടങ്ങി. ഇത് വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ മാറിയിരിക്കുന്നു. ആൾക്കാർ ഇതിനെ ഭയങ്കരമായിട്ട് ജനറലൈസ് ചെയ്യുന്നു. ഈ മനുഷ്യൻ ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരാളല്ല എന്നൊക്കെ ഉള്ള ന്യായീകരണങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ലതാ. അപ്പോൾ ഒരുത്തനി മാത്രം ഒതുങ്ങുന്നേ കുഴപ്പമില്ല. ഈ നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സെന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിനോടൊരു വില കൊടുക്കുക. നിങ്ങളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവനെ തേച്ചൊട്ടിക്കാതിരിക്കുക. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അമ്മയും വിഷ്ണു ഏതെല്ലാം സന്തോഷപൂർവ്വം നന്നായിട്ട് ജീവിച്ചു പോട്ടെ. കളവനും കളവിയാവുന്നവരെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. മറ്റൊരു വീട്ടാണവരെ ബൈ.